ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ശിവാനന്ദ് എന്ന് പറയുന്നൊരു സബ്സ്ക്രൈബർ എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്, ബൾബ് മാറുന്നത്. ടെയിൽ ലൈറ്റിനെ കുറിച്ചൊന്ന് കാണിക്കുന്നുണ്ട്. ഷുവറായിട്ട് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. നമ്മുടെ സെലീറിയോയുടെ തന്നെ ടെയിൽ ലൈറ്റ് നമുക്ക് ഇന്ന് അഴിച്ച് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബൾബ് മാറാൻ സാധിക്കുന്നതിനെ കുറിച്ചാണ് ഞാനിതിപ്പോൾ പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, അല്ലെങ്കിൽ പറയാൻ മറന്നുപോയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ എങ്ങനെ ഊരണം എന്നുള്ളതിനെക്കുറിച്ച് അതൊരു സബ്സ്ക്രൈബർ എനിക്ക് കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഡാനി എന്നാണ് സബ്സ്ക്രൈബറിൻ്റെ പേര്. ഏതായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ ഊരുന്നതെന്ന് കൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുഭവം കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്കും ഇതുപോലെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. അതായത് ബാംഗ്ലൂർ പോയി തിരിച്ച് വരുന്ന വഴിക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് ഫ്യൂസായിപ്പോയി. ഹെഡ്ലൈറ്റ് എൻ്റെ ഇരുന്നത് HID ആണ്. ജസ്റ്റ് അതും കൂടെ ഒന്ന് കാണിച്ചു തന്നേ. ഈ രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ ബൾബ്സിന് പ്രശ്നമില്ല HID, പക്ഷേ ഇതിൻ്റെ ബല്ലാസ്റ്റർ യൂണിറ്റ്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബല്ലാസ്റ്റർ യൂണിറ്റ് പോയി. അത് ഇനിയിപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് വരും. ഇനി അതിൽ കാരണം പഴയ ഒരു സാധനത്തിട്ട് നമ്മൾ ഒരുപാട് കാശ് മുടക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അത് റീപ്ലേസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഞാൻ LED മാറും, അല്ലെങ്കിൽ സാമ്പത്തികം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ HID മാറും. ഇപ്പോൾ തൽക്കാലം കുറച്ച് നാൾ നമ്മുടെ നോർമൽ ഹാലജൻ ബൾബിൽ തന്നെയാണ് പോകുന്നത്. ഏതായാലും യാത്ര കുറേ ബുദ്ധിമുട്ടായിരുന്നു ഹാലജൻ ബൾബ് ഇട്ട് ഓടിച്ചിട്ട്. എനിക്ക് ആ ഒരു കാര്യത്തിൽ പക്ക നെഗറ്റീവ് ഞാൻ പറയും. കാരണം മാരുതിയുടെ വാഹനങ്ങളിലെ ലൈറ്റ്സിൽ ഭയങ്കര നെഗറ്റീവ് സൈഡേ ഞാൻ പറയത്തുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, വെട്ടം തീരെ കുറവാണ് നല്ല സ്പീഡിലൊക്കെ. കാരണം ആ ഒരു റോഡിൽ അത്രയും സ്പീഡ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഏതായാലും ഫസ്റ്റ് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ ഒന്ന് അഴിച്ച് ഞാൻ കാണിക്കാം. പോയി ഞാനിപ്പോൾ ഒന്ന് തുറന്നു. ജസ്റ്റ് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കപ്ലർ വരുന്നത് ഇത് കണ്ടോ. ഇപ്പോൾ ഞാൻ ഈ പിടിക്കുന്ന ഈ ഒരു പോർഷനിലോട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചോണം. അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഞാൻ വലിക്കുന്നത്. അതായത് നേരെ പുറകോട്ട് ചിലപ്പോൾ വലിക്കരുത്. അങ്ങനെ വലിക്കാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ വലിച്ച് വേണം ഇത് ബാക്കിലോട്ട് എടുക്കാൻ. കാരണം ഇത് സ്ഥിരം നമ്മൾ അഴിക്കുന്ന ഒരു സാധനം അല്ലാത്തതുകൊണ്ട്, ആ കപ്ലർ നമ്മൾ സ്ഥിരം അഴിക്കുന്നതല്ലാത്തതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ടായിരിക്കും അത് ഇരിക്കുന്നത്. അപ്പോൾ അത് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി മാത്രം അത് ഊരാവുള്ളൂ. അല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പോയാലും നമുക്ക് വേറെ മാറ്റാൻ പ്രശ്നമില്ല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കിനി നമ്മുടെ ടെയിൽ ലൈറ്റ് ഒന്ന് അഴിക്കാം. അപ്പോൾ നമുക്ക് ടെയിൽ ലൈറ്റ് ഒന്ന് അഴിക്കാം. ആദ്യം ടെയിൽ ലൈറ്റ് അഴിക്കാൻ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡിക്കി തുറക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് വിഷ്വലായിട്ട് നോക്കണം. 1, 2 സ്ക്രൂ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രൂ കൊണ്ട് അടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിങ്ങിൽ അതുപോലെ ബുദ്ധിമുട്ട് വരും. എന്നാൽ ടെയിൽ ലൈറ്റോ പാർക്ക് ലൈറ്റോ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും പ്രശ്നം വരുന്നില്ല. റിഫ്ലക്റ്റേഴ്സും കൂടെ ഉള്ളതുകൊണ്ട് ഈ കാണുന്നതൊക്കെ നമ്മൾ റിഫ്ലക്ടറാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ 2 ലൈറ്റ് പോയാലും ബാക്കിൽ നിന്ന് വരുന്ന വാഹനത്തിന് ഇവിടെ വെട്ടം അടിച്ചു കഴിഞ്ഞാൽ റിഫ്ലക്ടർ ഉള്ളതുകൊണ്ട് വാഹനം വരുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ വാഹനം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. ഏതായാലും നമുക്ക് അടിക്കാം. ഒന്നെങ്കിൽ 10ൻ്റെ ഒരു റിങ് ഉണ്ടെങ്കിൽ നമുക്ക് അഴിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് യൂസ് ചെയ്യാം. ഏത് വേണം, അത് അപ് ടു യു ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം. ഞാൻ 2 പേരെ അഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നോക്കണം. ഇവിടെ ഒരു ലോക്ക്, ഇവിടെ ഒരു ലോക്ക്, 2 ലോക്ക് വരുന്നുണ്ട്. അത് അഴിക്കാൻ വേണ്ടി സിമ്പിൾ ഒരു വഴി ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഈ സൈഡിൽ നിന്ന് പതുക്കെ ഇങ്ങനെ തട്ടിയാൽ മതി. ഇവിടെയായിരുന്നു 2 ലോക്സാണ് വരുന്നത്. പിന്നെ ഇത് അഴിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ബ്രേക്ക് ലൈറ്റാണ്, ഈ കാണുന്ന ബ്രേക്ക് ലൈറ്റാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 2 കൈ ഇത് കണ്ട് ഇവിടെ 2 ലോക്ക്, ഈ 2 ഹോൾഡിംഗ് പൊസിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് തിരിക്കാൻ വേണ്ട, കണ്ടോ. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാം. ഇനി ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെഡ്ലൈറ്റിൻ്റെ ബൾബോ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രേക്കിൻ്റെ ബൾബോ നമ്മൾ ഒരു കാരണവശാലും ബെയർ ഹാൻഡ്സ്, അതായത് വെറും കൈ കൊണ്ട് പിടിച്ച് അഴിക്കരുത്. അങ്ങനെ അഴിച്ചാൽ വരുന്ന കുഴപ്പം, അല്ലെങ്കിൽ ഒരു ബൾബ് മാറുമ്പോഴാണെങ്കിലും അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബൾബ് പെട്ടെന്ന് ഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ കയ്യിലൊക്കെ ഹ്യൂമിഡിറ്റി ഉണ്ട്, വേർപ്പിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് ഈ ബൾബിൽ പിടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ തണുക്കും. അങ്ങനെയൊക്കെ പ്രോപ്പർട്ടി ഡിഫറൻസ് വരുമ്പോഴാണ് ബൾബ് പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് കൂടുന്നത്. അന്നേരം ഒന്നെങ്കിൽ നമുക്ക് കയ്യിലിടാൻ പറ്റുന്ന ഒരു ഗ്ലൗ എടുത്തിടുക, അല്ലെങ്കിൽ ഒരു ക്ലോത്ത്, ഒരു തുണി, സാധാരണ ഒരു തുണി വെച്ച് താഴോട്ട് പ്രസ് ചെയ്യുക. കണ്ടോ, ഇതിങ്ങനെ താഴോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് തിരിക്കുക. ഊരിയെടുത്തു, തിരിച്ചും അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുക, തിരിക്കുക. ഈ സെയിം ഫങ്ഷൻ തന്നെയാണ്, ഞാനിപ്പോൾ ഈ കാണിച്ച സെയിം ഫങ്ഷൻ തന്നെയാണ് ബാക്കിയുള്ള 3 ബൾബുകൾ ഊരിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. ടൈറ്റ് ചെയ്തു. ഇത് ഞാനൊന്ന് ഊരി കാണിക്കാം. ഇത് നമ്മുടെ റിവേഴ്സാണ് വരുന്നത്. അത് ഈ പറയുന്ന പോലെ റൈറ്റിലോട്ട് തിരിച്ചു, ഞാനിങ്ങോട്ട് എടുത്തു. കണ്ടോ, ഇൻഡിക്കേറ്റർ ആയിരുന്നു.
ഇത്. അപ്പം അത് ഞാൻ തിരിച്ചതുപോലെ ഇൻസേർട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി നമുക്കിത് തിരിച്ച് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയിൻറ്റും കണ്ടോ, 2 ലോക്കുകളും ഈ ലോക്കിനകത്ത് കയറണം. അത് കറക്റ്റായിട്ട് കയറി എന്ന് കൺഫേം ആക്കിയിട്ട് വേണം. ഓക്കെ, വെച്ച് കഴിഞ്ഞിട്ട് കണ്ടോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഈ 2 സ്ക്രൂസും ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഇനിയിപ്പം ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി തീർന്നു.